ഹലോ എവറി വൺ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ദിസ് ഇസ് ശ്രീകുട്ടൻ ഹിയർ. നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ അറിയാതെയെങ്കിലും അധികം ശ്രദ്ധ കൊടുക്കാതെ വിടുന്ന ഒരു ഏരിയയാണ് ഈ ലിറ്റററി ടേംസ്, ഡിവൈസസ് ആൻഡ് മൂവ്മെന്റ്സ് എല്ലാം. ഇപ്പോൾ പൊയട്രി ആവട്ടെ, ഫിക്ഷൻ ആവട്ടെ, ഡ്രാമ ആവട്ടെ, അതിൻ്റെയൊക്കെ ചരിത്രം തൊട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും കുട്ടികൾ പഠിച്ചിട്ട് പോകും. പക്ഷേ ഈ ലിറ്റററി ടേംസ്, ഡിവൈസ് ആൻഡ് മൂവ്മെന്റ്സ് അപ്പാടെ അങ്ങ് നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. പക്ഷെ നിങ്ങളൊന്ന് നോക്കൂ, സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു ചരിത്രത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അതാത് കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ലിറ്റററി മൂവ്മെന്റ്സുകളാണ്. അത്തരം മൂവ്മെന്റുകളിലൂടെയാണ് സാഹിത്യത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. സോ ഒരു നെറ്റ് പരീക്ഷയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില ലിറ്റററി മൂവ്മെന്റ്സ് ആണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ പരിചയപ്പെടുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം സൈറ്റനിക് സ്കൂൾ. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അധികം കേട്ട് പരിചയം ഇല്ലാത്ത, നിങ്ങൾ അധികം കേൾക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് മൂവ്മെന്റ്സ് ആണ് പരിചയപ്പെടുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് സൈറ്റനിക് സ്കൂൾ. എന്താണ് സൈറ്റനിക് സ്കൂൾ എന്ന് നോക്കാം. ദ സൈറ്റനിക് സ്കൂൾ വാസ് എ നെയിം അപ്ലൈഡ് ബൈ. ഇപ്പോൾ ഓരോ മൂവ്മെന്റിനും ഒരു പ്രൊപ്പോണന്റ് കാണും, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവ് കാണും. സോ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ആളെ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. സൈറ്റനിക് സ്കൂളിന്റെ കാര്യം പറയുകയാണെങ്കിൽ സൈറ്റനിക് സ്കൂൾ വാസ് എ നെയിം അപ്ലൈഡ് ബൈ റോബർട്ട് സദേ. റൊമാൻറ്റിക് പോയറ്റായ റോബർട്ട് സദയാണ് ഈ പേരിന്റെ പിന്നിൽ അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ടു എ ക്ലാസ് ഓഫ് റൈറ്റേഴ്സ് ഹെഡഡ് ബൈ ബൈറൺ ആൻഡ് ഷെല്ലി, because according to him their productions were characterized by a satanic spirit of pride and audacious impiety. So ശ്രദ്ധിക്കുക, സൈറ്റനിക് സ്കൂൾ എന്ന് പറയുന്ന പേര് ആരെ കുറിച്ച് പറയാൻ വേണ്ടി ആരുപയോഗിച്ചതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് ഉപയോഗിച്ചത് റോബർട്ട് സദയാണ്. ആരെ കുറിച്ച് പറയാൻ വേണ്ടി? ടു റെഫർ ടു എ ക്ലാസ് ഓഫ് റൈറ്റേഴ്സ് ഹെഡ് ബൈ ബൈറൺ ആൻഡ് ഷെല്ലി. ബൈറനെയും ഷെല്ലിയെയും പോലെയുള്ള എഴുത്തുകാരെ, അവരെ കുറിച്ച് പറയാൻ വേണ്ടി, അവരെ റെഫർ ചെയ്തുകൊണ്ടാണ് റോബർട്ട് സദേ സൈറ്റനിക് സ്കൂൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും റോബർട്ട് സദേ, അദ്ദേഹത്തിന്റെ സമകാലീനായിരുന്നു നമുക്ക് പറയാൻ സാധിക്കുന്ന ബൈറനെയും ഷെല്ലിയെയും സൈറ്റനിക് സ്കൂൾ എന്ന് വിളിക്കാൻ കാര്യം? ബിക്കോസ് അക്കോർഡിംഗ് ടു ഹിം, റോബർട്ട് സദയെ സംബന്ധിച്ച് their productions were, ബൈറന്റെയും ഷെല്ലിയുടെയും രചനകളിൽ എന്ത് നിറഞ്ഞു നിന്നു? സൈറ്റനിക് സ്പിരിറ്റ് ഓഫ് പ്രൈഡ്. ശ്രദ്ധിക്കുക, ഈ ഒരു വാക്ക് ശ്രദ്ധിക്കുന്നത് അതുപോലെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് റോബർട്ട് സദയുടെ വാക്കുകൾ നമ്മൾ അതുപോലെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് ദേ വർ ക്യാരക്ടറൈസ്ഡ് ബൈ എ സൈറ്റനിക് സ്പിരിറ്റ് ഓഫ് പ്രൈഡ് ആൻഡ് ഒഡേഷ്യസ് ഇംപൈറ്റി. അപ്പൊ ഈ ഒരു സെന്റൻസ് അതുപോലെ ഓർത്തു വെക്കുക. സോ ശ്രദ്ധിക്കുക, സൈറ്റനിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു പേര് അത് ഉപയോഗിച്ചത് റോബർട്ട് സദയാണ്. ബൈറനെയും ഷെല്ലിയെയും പോലെയുള്ള പോയറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം അത്തരം ഒരു പേര് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചത്? കാരണം അദ്ദേഹം പറയുന്നത് ബൈറന്റെയും ഷെല്ലിയുടെയും രചനകളിൽ എന്ത് നമുക്ക് കാണാൻ സാധിക്കും? എ സൈറ്റനിക് സ്പിരിറ്റ് ഓഫ് പ്രൈഡ് ആൻഡ് ഒഡേഷ്യസ് ഇംപാറ്റി. ഇറ്റ് വാസ് എ പെജറേറ്റീവ് ഡെസിഗ്നേഷൻ. സംശയം വേണ്ട, പെജറേറ്റീവ് എന്ന് പറയുന്നതാണ് വളരെ നെഗറ്റീവ് ആയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്, അല്ല ഒരു പ്രശംസ എന്ന രീതിയിലല്ല. ഇറ്റ് വാസ് എ പെജറേറ്റീവ് ഡെസിഗ്നേഷൻ യൂസ്ഡ് ബൈ സദേ, മോസ്റ്റ് നോട്ടബ്ലി ഇൻ ദ പ്രിഫസ് ടു എ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ്. സോ ഈ പേര് ഉപയോഗിച്ച ആരാന്ന് നമുക്ക് മനസ്സിലായി. അദ്ദേഹം അത് എവിടെയാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്ന് അറിഞ്ഞിരിക്കണം. ശ്രദ്ധിക്കുക, ഇതൊരു പെജറേറ്റീവ് ഡെസിഗ്നേഷൻ ആണ്. അതായത് ഒരു കോംപ്ലിമെന്റ് ആയിട്ടല്ല അദ്ദേഹം ഉപയോഗിച്ചത്. ഇത് റോബർട്ട് സദേ ഉപയോഗിച്ചത് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായ എ വിഷൻ ഓഫ് ജഡ്ജ്മെന്റിൽ, അത് 1821 പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ പേര് ഉപയോഗിക്കുന്നത്. ദ ടേം എക്സ്പ്രസ്ഡ്. അപ്പൊ ഈ ഒരു ടേമിലൂടെ ഹിസ് disapproval of the unorthodox views and lifestyles of those poets and those in their circle. സോ ഇത്തരം ഒരു ഉപയോഗത്തിലൂടെ റോബർട്ട് സദയ്ക്ക് തൻ്റെ സമകാലീനരായുള്ള ചില കവികളോടുള്ള ഒരു അമർഷവും അസഹിഷ്ണുതയും ഒരു ഇഷ്ടമില്ലായ്മയൊക്കെ പ്രകടമാവുകയായിരുന്നു. സോ ദ ടേം എക്സ്പ്രസ്ഡ് ഹിസ് ഡിസപ്രൂവൽ ഓഫ് ദ അൺഓർത്തഡോക്സ് വ്യൂസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബൈറൺ, ഷെല്ലി റൊമാൻറ്റിക് പോയറ്റ്സിൽ തന്നെ വളരെ അൺഓർത്തഡോക്സ് ആയിട്ടുള്ള റാഡിക്കലായ കാഴ്ചപ്പാടുകളും നിലപാടുകളും കൊണ്ടു നടന്ന വ്യക്തികളായിരുന്നു ഇവർ രണ്ടുപേരും. അപ്പോൾ അവരുടെ അത്തരം അൺഓർത്തഡോക്സ് കാഴ്ചപ്പാടുകളോടും നിലപാടുകളോടും വിയോജിപ്പായിരുന്നു ആർക്ക്? റോബർട്ട് സദയ്ക്ക്. ആൻഡ് ദ ലൈഫ് സ്റ്റൈൽസ് ഓഫ് ദോസ് പോയറ്റ്സ് ആൻഡ് ദോസ് ഇൻ ദർ സർക്കിൾ, ഇവരുടെ ജീവിത രീതികളോടും ഇവരുടെ സർക്കിളിലുള്ള, ഇവരുടെ ഒരു സൗഹൃദ കൂട്ടായ്മയിലുള്ള ആൾക്കാരുടെ ജീവിത രീതികളോടും റോബർട്ട് സദയ്ക്ക് ഒട്ടും യോജിക്കാൻ സാധിച്ചിരുന്നില്ല. സോ അങ്ങനെ അവരെ എല്ലാവരെയും ഒന്ന് ഇത്തിരി നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടിയാണ് ഈ പേര് ഉപയോഗിച്ചത്. സോ ശ്രദ്ധിക്കുക, സൈറ്റനിക് സ്കൂൾ എന്ന പേര് റോബർട്ട് സദേ ഉപയോഗിക്കുന്നത് ഷെല്ലിയെയും ബൈറനെയും കുറിച്ച് പറയാൻ വേണ്ടിയാണ്.
കാരണം അദ്ദേഹം പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും രചനകളിൽ ഒരു സൈറ്റനിക് സ്പിരിറ്റ് ഓഫ് പ്രൈഡ് അത് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. പിന്നീട് ഇതൊരു പെജറേറ്റീവ് ഡെസിഗ്നേഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് അദ്ദേഹം ഉപയോഗിച്ചത് എ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ്. ഈ വാക്കിലൂടെ സതയുടെ അസഹിഷ്ണുത, അദ്ദേഹത്തിന്റെ ഡിസപ്രൂവലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്, അദ്ദേഹത്തിന് ഷെല്ലിയുടെയും അല്ലെങ്കിൽ ബൈറന്റെയും ഇവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകളോട് വിയോജിപ്പുണ്ടായിരുന്നു. ഇവരുടെ നിലപാടുകളോട്, അൺഓർത്തഡോക്സ് കാഴ്ചപ്പാടുകളോട് ഭയങ്കരമായ വിയോജിപ്പുണ്ടായിരുന്നു. ഒപ്പം ഇവരോടും ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ജീവിത രീതികളോടും തന്നെ വിയോജിപ്പുണ്ടായിരുന്നു. സോ അത്തരം വിയോജിപ്പുകളെല്ലാം തന്നെ അദ്ദേഹം ഈ ഒരു പേര് ഉപയോഗിച്ച് അങ്ങ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, മറ്റൊരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ്, അമേരിക്കൻ സാഹിത്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ഡാർക്ക് റൊമാന്റിസം. സോ അമേരിക്കൻ സാഹിത്യത്തിൽ ഒരു സമയത്ത് പ്രധാനപ്പെട്ട രണ്ട് മൂവ്മെന്റുകളിൽ ഒന്നായിരുന്നു ഡാർക്ക് റൊമാന്റിസം, ദ അതർ ബീങ് ട്രാൻസെൻഡന്റലിസം. സോ എന്താണ് ഈ ഡാർക്ക് റൊമാന്റിസിസം എന്താന്ന് നോക്കാം. ഇപ്പൊ റൊമാന്റിസിസം എന്താണെന്ന് നമുക്കറിയായിരിക്കും. വൈ ഡാർക്ക് നോക്കാം. Dark romanticism is a genre steeped in complex emotions and expressions of individualism. So ആദ്യത്തെ സെന്റൻസ് വായിക്കുമ്പം നമുക്ക് എന്താണ് റൊമാന്റിസിസത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഐഡിയ കിട്ടത്തില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ genre steeped in complex emotions. വളരെ കോംപ്ലക്സ് ആയ വികാരങ്ങളിൽ ഊന്നിയ ഒരു മൂവ്മെന്റ് ആണ്. ആൻഡ് എക്സ്പ്രഷൻസ് ഓഫ് ഇൻഡിവിജ്വലിസത്തിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. പക്ഷേ ഇമോഷൻസിൽ സ്റ്റീപ്പ് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽസിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്ന ഒരു മൂവ്മെന്റ് അല്ലേ റൊമാന്റിസിസം. സോ എന്താണ് വലിയ വ്യത്യാസം? നമുക്ക് ഫസ്റ്റ് സെന്റൻസ് വായിച്ചാൽ അത് പിടികിട്ടത്തില്ല. ഡാർക്ക് റൊമാന്റിസിസം ഇസ് ആൻ അമേരിക്കൻ ലിറ്റററി മൂവ്മെന്റ്. സോ ഇതൊരു അമേരിക്കയിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ്. ദാറ്റ് ഗ്രൂ ഇൻ പോപ്പുലാരിറ്റി ബിറ്റ്വീൻ, ഏത് വർഷങ്ങളിലാണ് ഇത് പ്രചരിച്ചത് നല്ല രീതിയിൽ? 1836നും 1840ക്കും ഇടയിൽ. ബട്ട് കണ്ടിന്യൂ ടു ബി എ പോപ്പുലർ ജോണർ ഫോർ ഡെക്കേഡ്സ്. സോ ഈ ഒരു മൂവ്മെന്റ് പീക്ക് ടൈം എന്ന് പറയുന്നത് 1836നും 40ക്കും ഇടയിലാണ്. പക്ഷെ പിന്നീടുള്ള വർഷങ്ങളെല്ലാം അത് നല്ല രീതിയിൽ അങ്ങ് പോപ്പുലാരിറ്റിയുടെ പീക്കിലേക്ക് പോവുകയായിരുന്നു. ഇറ്റ് ഇസ് മാർക്ഡ് ബൈ എ ഡിവോഷൻ ടു ബ്യൂട്ടി. സോ ഈ ഡാർക്ക് റൊമാന്റിസം എന്തിനൊക്കെയാണ് എംഫസിസ് കൊടുക്കുന്നത് നോക്കാം. ബ്യൂട്ടി, സൗന്ദര്യം, വേർഷിപ്പ് ഓഫ് നേച്ചർ, പ്രകൃതിയോടുള്ള ആരാധന, ആൻഡ് ദ സുപ്പീരിയോറിറ്റി ഓഫ് ഇമാജിനേഷൻ ഓവർ ലോജിക് ആൻഡ് റീസൺ. ലോജിക്കിനും റീസണും മുകളിൽ എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്? ഇമാജിനേഷനാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. സോ ഇമാജിനേഷന് സ്ട്രെസ് കൊടുക്കുന്നു, ബ്യൂട്ടിയോടുള്ള ഡിവോഷൻ, നേച്ചർ വേർഷിപ്പ്, ഇതെല്ലാം തന്നെ അല്ലേ റൊമാന്റിസിസത്തിന്റെ ഫീച്ചേഴ്സ്. സോ ഇപ്പോഴും നമുക്ക് മനസ്സിലായി റൊമാന്റിസത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ഡാർക്ക് റൊമാന്റിസം. പക്ഷെ എന്താണ് ആ ഡിഫൈനിങ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് ഇതുവരെ ഇവിടുന്ന് മനസ്സിലായിട്ടില്ല. കൂടുതൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ മനസ്സിലാവും. Whereas the transcendentalists believed in the good of people and their inner divinity, dark romantics believed that humans are naturally drawn to the evil force of life. Yes, ഇതാണ് ഡാർക്ക് റൊമാന്റിക്സിന്റെ ഡിഫൈനിങ് ഫീച്ചർ. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താ പറയുക, പ്രകൃതിയുള്ള ആരാധന, സൗന്ദര്യത്തോടുള്ള ആരാധന, അല്ലെങ്കിൽ ഇമാജിനേഷന് കൊടുക്കുന്ന സ്ട്രെസ്, ഇതെല്ലാം തന്നെ റൊമാന്റിസത്തിൽ നമ്മൾ കാണുന്നതാണ്. ബട്ട് വാട്ട് ഇസ് എക്സാക്ട്ലി ഡാർക്ക് റൊമാന്റിസം? ഇതിനെ ഡാർക്ക് എന്ന് വിളിക്കാൻ കാരണം അന്നത്തെ ട്രാൻസെൻഡന്റലിസ്റ്റുകൾ വിശ്വസിച്ചത് എല്ലാ മനുഷ്യരും ദേ ആർ ഇൻഹെറന്റ്ലി ഗുഡ്, എല്ലാ മനുഷ്യരും നന്മയുള്ളവരാണ്, എല്ലാവരും സ്നേഹമുള്ളവരാണ് എന്ന് വിശ്വസിച്ചപ്പോൾ അവരുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു ദൈവാംശമുണ്ട്, ഒരു ഇന്നർ ഡിവിനിറ്റി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡാർക്ക് റൊമാന്റിക്സ് വിശ്വസിച്ചെന്നാണ് ഹ്യൂമൻസ് ആർ നാച്ചുറലി ഡ്രോൺ ടു ദ ഈവിൾ ഫോഴ്സ് ഓഫ് ലൈഫ്. ഹ്യൂമൻസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ആ ഒരു ഈവിൾ ഫോഴ്സിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഡാർക്ക് റൊമാന്റിക്സ് എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ആ ഒരു ഡിഫൈനിങ് ഫീച്ചർ ഡാർക്ക് റൊമാന്റിക്സിന്റെ. ട്രാൻസെൻഡന്റലിസ്റ്റുകൾ വിശ്വസിച്ചെന്നാണ് എല്ലാ മനുഷ്യരും നല്ലവരാണ്, എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള ത്വരയുണ്ട്. എന്നാൽ ഡാർക്ക് റൊമാന്റിക്സ് പറഞ്ഞു അല്ല, എല്ലാ മനുഷ്യരും ദേ ആർ നാച്ചുറലി ഡ്രോൺ ടുവേർഡ്സ് ദ ഈവിൾ ഫോഴ്സസ് ഓഫ് ലൈഫ്. എഡ്ഗർ അലൻ പോ is often celebrated as one of the supreme exponents of the tradition. സോ ഈ ഒരു മൂവ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഡ്ഗർ അലൻ പോയാണ്. മെനി പ്രൊമിനന്റ് ഡാർക്ക് റൊമാന്റിക് ഓതേഴ്സ്, അത് എഡ്ഗർ അലൻ പോയ്ക്ക് അപ്പുറം അതിന് പുറമെ വേറെയും ഒരുപാട് പ്രധാനപ്പെട്ട ഡാർക്ക് റൊമാന്റിക് ഓതേഴ്സ് ഉണ്ട്. അതിൽ ഒന്ന് അലൻ പോ അല്ലാതെ ആൻഡ് നഥാനിയൽ ഹാദോൺ included protagonists in their written works who commit acts of sin. സോ ഡാർക്ക് റൊമാന്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വക്താക്കളായിരുന്നു എഡ്ഗർ അലൻ പോയും നഥാനിയൽ ഹാദോണും. ഇവരുടെ രണ്ടുപേരുടെയും രചനകളിൽ പാപം ചെയ്യുന്ന, പാപികളായ, തെറ്റ് ചെയ്യുന്ന, അത്ര നല്ലവരല്ലാത്ത നായകന്മാരെയും കഥാപാത്രങ്ങളെയും ഉൾപ്പെടുത്തിയിരുന്നു. ആൻ എക്സാമ്പിൾ ക്യാൻ ബി ഫൗണ്ട്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നഥാനിയൽ ഹാദോന്റെ ദ മിനിസ്റ്റേഴ്സ് ബ്ലാക്ക് വെയിൽ എന്ന നോവലാണ്.
1836 വന്ന്. സോ ഡാർക്ക് റൊമാൻറ്റിക്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാർക്ക് റൊമാൻറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അമേരിക്കൻ ലിറ്റററി മൂവ്മെന്റ് ആണ്. 1836നും 40ക്കും ഇടയിലാണ് ഇത് ഫ്ലറിഷ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരിലും ഈവിൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈവിളിനോട് അടുത്തേക്ക് പോകാനുള്ള ഒരു ത്വരയുണ്ടെന്നാണ് ഡാർക്ക് റൊമാൻറ്റിക്സ് വിശ്വസിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വക്താക്കൾ എഡ്ഗർ അലൻ പോയും ഒപ്പം നഥാനിയൽ ഹാഥോണുമാണ്. ഇവരുടെ രചനകളിൽ ഇവർ നന്മ ചെയ്യാത്ത പാപികളായ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഉദാഹരണവും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ട്രാൻസെൻഡന്റലിസം. ഡാർക്ക് റൊമാൻറ്റിക്സോട് ചേർന്ന് തന്നെ നമുക്ക് ട്രാൻസെൻഡന്റലിസം പറഞ്ഞു പോകാം. മാത്രമല്ല ഇത് കുറച്ചുകൂടെ ഫെമിലിയർ ആവാൻ സാധ്യതയുള്ളൊരു മൂവ്മെന്റ് ആണ്. Transcendentalism is a movement that developed in the late 1820s and 30s in the New England region of the United States. So ഇത് ഒരു അമേരിക്കൻ മൂവ്മെന്റ് ആണ്, ലിറ്റററി അല്ലെങ്കിൽ ഫിലോസോഫിക്കൽ മൂവ്മെന്റ് ആണ്. ഒരു 1820s 30s കഴിഞ്ഞാണ് ഇതും പ്രചാരത്തിൽ വന്നത്. ഏകദേശം ഡാർക്ക് റൊമാൻറ്റിസവും ട്രാൻസെൻഡന്റലിസവും പാരലായിട്ട് തന്നെയാണ് വളർന്ന് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് സെന്റേഴ്സ് അറൌണ്ട് ദ ബിലീഫ് ദാറ്റ്. സോ എന്താണ് ട്രാൻസെൻഡന്റലിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്? ദാറ്റ് സ്പിരിച്വാലിറ്റി cannot be achieved through reason and rationalism. ഈ ആത്മീയത നമുക്ക് എന്തിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല? ത്രൂ റീസൺ, യുക്തിചിന്തയിലൂടെയും റാഷണലിസത്തിലൂടെയും ഒന്നും നമുക്ക് പറ്റത്തില്ല. ബട്ട് ഇൻസ്റ്റഡ് ത്രൂ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ഇൻറ്റ്യൂഷൻ. നമ്മുടെ ഇൻറ്റ്യൂഷനിലൂടെയും സെൽഫ് റിഫ്ലക്ഷനിലൂടെയും, ഒരു സ്വയ വിമർശനത്തിലൂടെയും സ്വയം നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെയും മാത്രമേ, നമ്മൾ നമ്മുടെ ഉള്ളിലെ ഇൻസ്റ്റിങ്സിനെ വിശ്വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയത അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. സോ ശ്രദ്ധിക്കുക, ട്രാൻസെൻഡന്റലിസ്റ്റുകൾ പറയുന്നു ഒരിക്കലും നമുക്ക് ആത്മീയത ലോജിക്കൽ തിങ്കിങ്ങിലൂടെ, യുക്തിചിന്തയിലൂടെ ആർജിക്കാൻ സാധ്യമല്ല. നമ്മൾ നമ്മുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കൂ, അതിലൂടെ നമുക്ക് സ്പിരിച്വാലിറ്റി ആർജിക്കാൻ സാധിക്കും. ഇറ്റ് ഇസ് ആൻ അമേരിക്കൻ ലിറ്റററി, ഫിലോസോഫിക്കൽ, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്. സോറി, അപ്പോൾ ഇതൊരു ലിറ്റററി ഫിലോസഫിക്കൽ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. ഒരേ സമയം റിലീജിയസ് മൂവ്മെന്റ് ആണ്, ഫിലോസോഫിക്കൽ മൂവ്മെന്റ് ആണ്. ഓഫ് ദ ഏർലി 19th century സെന്റേർഡ് അറൌണ്ട് റാൽഫ് വാൽഡോ എമേഴ്സൺ. ഞാൻ പറയാതെ തന്നെ അറിയാം, ട്രാൻസെൻഡന്റലിസം എന്ന് പറയുന്നത് റാൽഫ് വാൽഡോ എമേഴ്സനെ കേന്ദ്രീകരിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. എന്നാൽ അദ്ദേഹം മാത്രമല്ല, വേറെയും ഒരുപാട് പ്രധാനപ്പെട്ട പ്രൊപ്പോണൻസ് ഉണ്ട്. അതർ ഇമ്പോർട്ടന്റ് ട്രാൻസെൻഡന്റലിസ്റ്റ് വേർ റാൽഫ് വാൽഡോ എമേഴ്സനെ പോലെ തന്നെ ഈ മൂവ്മെന്റുമായി ചേർന്ന് നിന്ന മറ്റാൾക്കാർ ആരൊക്കെയാന്ന് നോക്കാം. ദ മോസ്റ്റ് ഫേമസ് ഹെൻറി ഡേവിഡ് തോറോ, മാർഗരറ്റ് ഫുള്ളർ, ലിഡിയ മേരിയ ചൈൽഡ്, അമോസ് ബ്രോൺസൺ ആൽക്കട്ട്, ഫ്രെഡറിക് ഹെൻറി ഹെഡ്, എലിസബത്ത് പാമർ പീബഡി ആൻഡ് തിയോഡർ പാർക്കർ. ഇത്രയും പേരാണ് പ്രധാനപ്പെട്ട ട്രാൻസെൻഡന്റലിസ്റ്റുകൾ. അതിൽ തന്നെ തോറോ വളരെ പ്രധാനപ്പെട്ടതാണ്. സം ഓഫ് ദ ട്രാൻസെൻഡന്റലിസ്റ്റ് ബിലീവ്സ് വെയർ. ട്രാൻസെൻഡന്റലിസ്റ്റുകളുടെ ചില ഫീച്ചേഴ്സ്, അവരുടെ ചില വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂമൻസ് ആർ ഇൻഹെറന്റ്ലി ഗുഡ്. എല്ലാ മനുഷ്യരും നല്ലവരാണ്, നന്മയുള്ളവരാണ്. സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ഓർഗനൈസ്ഡ് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ആർ കറപ്റ്റിംഗ്. ഇപ്പൊ എല്ലാ മനുഷ്യരും നന്മയുള്ളവരായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ പ്രശ്നം എവിടെയാണ്? സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു സമൂഹവും ആ സമൂഹത്തിലെ ചില സ്ഥാപിത താല്പര്യങ്ങളുമാണ് ആ സമൂഹത്തെ വഴിതെറ്റിക്കുന്നത്. ലൈക്ക് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ, മതവും അല്ലെങ്കിൽ മതം കലർന്ന രാഷ്ട്രീയവും, അത്തരം കാര്യങ്ങളാണ് ഒരു സമൂഹത്തിലെ ജനങ്ങളെ വഴിതെറ്റിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് പാർട്ട് ഓഫ് ദം, ഹ്യൂമൻസ് ഷുഡ് സ്ട്രൈവ് ടു ബി ഇൻഡിപെൻഡന്റ് ആൻഡ് സെൽഫ് റിലയന്റ്. അപ്പൊ നിങ്ങൾ പൊളിറ്റിക്സിന്റെയും റിലീജിയനെയും, കറപ്റ്റ് പൊളിറ്റിക്സിന്റെയും റിലീജിയന്റെയും ഭാഗമാകാതിരിക്കൂ. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്ന സെൽഫ് റിലയന്റ് ഇൻഡിപെൻഡന്റ് വ്യക്തികളാകൂ എന്നാണ് ട്രാൻസെൻഡന്റലിസ്റ്റുകൾ ആഹ്വാനം ചെയ്യുന്നത്. സ്പിരിച്വാലിറ്റി ഷുഡ് കം ഫ്രം ദ സെൽഫ്, നോട്ട് ഫ്രം ഓർഗനൈസ്ഡ് റിലീജിയൻ. ഈ ആത്മീയത എന്ന് പറയുന്നത് ഒരു മതവിശ്വാസത്തിന്റെ പ്രോഡക്റ്റ് അല്ല. ആ സ്പിരിച്വാലിറ്റി എവിടെ നിന്നാണ് വരേണ്ടത്? നമ്മുടെ സെൽഫ്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് സംഭവിക്കേണ്ടത്. അല്ലാതെ ഒരു മതത്തിൽ നിന്നോ ഒരു ദൈവത്തിൽ നിന്നോ കിട്ടുന്ന കാര്യമല്ലെന്നാണ് ട്രാൻസെൻഡന്റലിസ്റ്റുകൾ പറയുന്നത്. ഇൻ സെപ്റ്റംബർ 1836 എമേഴ്സൺ ഓർഗനൈസ്ഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് വാട്ട് വുഡ് ലേറ്റർ ബി കോൾഡ് ദ ട്രാൻസെൻഡന്റൽ ക്ലബ്. 1836 റാൽഫ് വാൽഡോ എമേഴ്സന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ട്രാൻസെൻഡന്റലിസ്റ്റുകളുടെ മീറ്റിംഗ് നടക്കുന്നത്. അതിനാണ് പിന്നീട് ദ ട്രാൻസെൻഡന്റൽ ക്ലബ്ബായി മാറുന്നത്. Together, the group discussed frustrations of Unitarianism and their main beliefs, drawing on ideas from Romanticism, German philosophers, and the Hindu spiritual text, the Upanishads. So, ഈ ഗ്രൂപ്പ്, ഈ ഒരു സംഘം ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ദ ഫ്രസ്ട്രേഷൻസ് ഓഫ് യൂണിറ്റേറിയനിസം. യൂണിറ്റേറിയാനിസം പോലുള്ള സിദ്ധാന്തങ്ങളോട് അവർക്കുള്ള വിയോജിപ്പ്, അത്തരം കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്തു. മാത്രമല്ല, അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്താശയങ്ങളാണ്? റൊമാൻറ്റിസത്തിന്റെ ആശയങ്ങളാണ്, ജർമ്മൻ ഫിലോസഫേഴ്സിന്റെ ആശയങ്ങൾ, ഹിന്ദു സ്പിരിച്വൽ ടെക്സ്റ്റ്, ഉപനിഷത്ത് എന്നുള്ള ആശയങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് അവരെ സ്വാധീനിച്ചത്.
ദ ട്രാൻസെൻഡന്റലിസ്റ്റ് ബിഗിൻ ടു പബ്ലിഷ് റൈറ്റിംഗ്സ് ഓൺ ദെയർ ബിലീവ്സ്. അവരുടെ വിശ്വാസങ്ങളെ ബേസ് ചെയ്തുള്ള രചനകൾ അവർ സൃഷ്ടിക്കാൻ തുടങ്ങി. ബിഗിനിങ് വിത്ത് എമേഴ്സൺസ് എസ്സേ നേച്ചർ. സോ ട്രാൻസെൻഡന്റലിസ്റ്റ് വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു എസ്സേയാണ് നേച്ചർ. അപ്പൊ നേച്ചറിൽ നിന്ന് തുടങ്ങി എല്ലാ ട്രാൻസെൻഡന്റലിസ്റ്റുകളും പിന്നീട് ആ വിശ്വാസത്തെ ബേസ് ചെയ്ത് വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരുന്നു. അടുത്ത മൂവ്മെന്റിലേക്ക് കടക്കാം. ഫയർ സൈഡ് പോയറ്റ്സ്. ഒരു പക്ഷേ ഇതൊന്നും അങ്ങനെ നിങ്ങൾ അധികം കേൾക്കാൻ സാധ്യതയുള്ളതല്ല. ഫയർ സൈഡ് പോയറ്റ്സ്. ദ ഫയർസൈഡ് പോയറ്റ്സ് വെർ എ ഗ്രൂപ്പ് ഓഫ് 19th century അമേരിക്കൻ പോയറ്റ്സ്. ഒരു കൂട്ടം 19ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ കവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫയർസൈഡ് പോയറ്റ്സ്. മോസ്റ്റ്ലി സിറ്റുവേറ്റഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ നോർത്ത് ഈസ്റ്റിലുള്ള ഒരു പറ്റം അമേരിക്കൻ കവികൾ. എന്താണ് അവരുടെ പ്രത്യേകത? ഓൾസോ റെഫേർഡ് ടു ആസ്. ഇനി ഫയർസൈഡ് പോയറ്റ്സിന് വേറെ 2 പേരുകൾ കൂടിയുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കൂൾ റൂം പോയറ്റ്സ് അഥവാ ഹൗസ് ഹോൾഡ് പോയറ്റ്സ്. ഇപ്പൊ ഈ 2 രീതിയിലൂടെ അവരെ വിളിക്കുന്നുണ്ട്. സോ ഫയർസൈഡ് പോയറ്റ്സ് ആർ ഓൾസോ കോൾഡ് സ്കൂൾ റൂം പോയറ്റ്സ് ഓർ ഹൗസ് ഹോൾഡ് പോയറ്റ്സ്. ദേ റോട്ട് ഇൻ കൺവെൻഷണൽ പൊയറ്റിക് ഫോംസ്. അവർ എഴുതിയത് വളരെ പാത്ത് ബ്രേക്കിംഗ് സ്റ്റൈലിലോ രീതിയിലോ ഒന്നും അല്ല. വ്യത്യസ്തമായ ശൈലികളൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. ദേ റോട്ട് ഇൻ കൺവെൻഷണൽ പൊയറ്റിക് ഫോം. സാധാരണ രീതിയിൽ അന്ന് നിലനിന്ന രീതി തന്നെയാണ് അവർ എഴുതിയത്. ടു പ്രസന്റ് ഡൊമസ്റ്റിക് തീംസ് ആൻഡ് മോറൽ ഇഷ്യൂസ്. അവരുടെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഡൊമസ്റ്റിക് തീംസ്, സാധാരണ നമ്മൾ വീടുകളിലൊക്കെ നടക്കുന്ന ഒരു വീടിനെ കേന്ദ്രീകരിച്ച ഇഷ്യൂസും അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് അവർ എഴുതിയത്. അപ്പോൾ വളരെ പാത്ത് ബ്രേക്കിംഗ് ആയ സ്റ്റൈലോ തീംസോ ഒന്നും ഇവർ കൈക്കൊണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അവരെ ഫയർ സൈഡ് എന്ന് വിളിക്കുന്നു? എന്തായിരിക്കും കാര്യം? ആ പേര് വന്നെന്താ നോക്കാം. ദ ഫയർ സൈഡ് മോണിക്കർ, ആ ഒരു ഫയർ സൈഡ് ലേബൽ, arose out of their popularity. അവരുടെ ഒരു പ്രശസ്തിയിൽ നിന്നാണ് ആ പേര് വന്നത്. എങ്ങനെയാണത് നോക്കാം. As families would read their books by the fire in their homes. ഇപ്പൊ നമ്മൾ എന്താ പറയുക, എന്തുകൊണ്ട് അവരെ ഫയർ സൈഡ് എന്ന് വിളിക്കുന്നു? കാരണം കുടുംബങ്ങൾക്കിടയിൽ അവർക്കുള്ള പ്രശസ്തി. കുടുംബത്തിൽ എല്ലാവരും ചുറ്റിരുന്ന്, അതായത് ഒരു ഫയർ സൈഡിൽ ഇരുന്ന് എല്ലാവരും പരസ്പരം പുസ്തകങ്ങൾ അവരുടെ വായിക്കുക. അത്രത്തോളം പ്രശസ്തി ഉണ്ടായിരുന്നു അവരുടെ വർക്ക്സിന്. അത്രത്തോളം സ്വീകാര്യത കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ എല്ലാവരും കൂടി ഇരുന്നായിരിക്കും പലപ്പോഴും ഇവരുടെ വർക്ക്സ് വായിക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എന്താ പറയുക, കൂടുതലും തണുത്ത റീജിയനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ട് ഇല്ല ക്യാമ്പ് ഫയറിനൊക്കെ നമ്മൾ ഇരിക്കുന്ന പോലെ ചുറ്റിനിരുന്ന് എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഇരുന്നായിരിക്കും ഇവരുടെ പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് ഷെയർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ്, അത്രത്തോളം സ്വീകാര്യത ഉള്ളത് കൊണ്ടാണ് ഇവരെ ഫയർ സൈഡ് പോയറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം. ഹൈലി പോപ്പുലർ അമംഗ് ബോത്ത് ജനറൽ റീഡേഴ്സ് ആൻഡ് ക്രിറ്റിക്സ്. ജനങ്ങൾക്കിടയിലും സാധാ ജനങ്ങൾക്കിടയിലും നിരൂപകർക്കിടയിലും ഇവർക്ക് നല്ല രീതിയിൽ ഒരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. The Fireside Poets deeply shaped their era until their decline in popularity in the early 1900s. So, early 1900s ആയപ്പോഴത്തേക്ക് ഏകദേശം ഇവരുടെ പോപ്പുലാരിറ്റി ഇടിയാൻ തുടങ്ങി. അതുവരെ ഇവർ നല്ല രീതിയിൽ സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പിലെ ആൾക്കാരെ നോക്കാം. Poets often included in this group were ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ, ജോൺ ഗ്രീൻലീഫ് വിറ്റിയർ, ജെയിംസ് റസൽ ലോവൽ, വില്യം കുളൻ ബ്രയന്റ് ആൻഡ് ഒളിവർ വെൻഡൽ ഹോംസ്. ഇത്രയും പേരെയാണ് നമ്മൾ ഫയർ സൈഡ് പോയറ്റ്സിന്റെ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. സോ അടുത്ത മൂവ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വരാൻ പോകുന്ന നെറ്റ് എക്സാം ജൂൺ 2nd വീക്കോട് കൂടി ആരംഭിക്കും. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ, പരീക്ഷ ഡേറ്റും ഒക്കെ ഉടനെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. സോ കോമ്പറ്റീവ് ക്രാക്കർ 60 days ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. വീണ്ടും ആവർത്തിക്കുന്നു, 60 ദിവസത്തെ ക്രാഷ് കോഴ്സ്. അപ്പൊ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, എങ്ങനെയാണ് ഈ 60 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പോലൊരു സബ്ജക്റ്റിനെ നെറ്റ് മുഴുവൻ പഠിച്ചു തീർക്കാൻ സാധിക്കുമെന്ന്. ഒരിക്കലും അത് അസാധ്യമല്ല. അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ കോഴ്സിന്റെ അവസാനം നിങ്ങൾ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഈ പരീക്ഷ വരെ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്കുള്ള ആക്സസ് ഉണ്ടാവും. ആ ആക്സസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? 200-ൽ പരം വീഡിയോസ് ആണ്. 200-ൽ പരം വീഡിയോസ്, മോർ ദാൻ 2000 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. 2000-ഓളം ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ലഭിക്കും. അതിലെല്ലാത്തിനുപരി ഇൻ ആപ്പ് റിവിഷൻസ് ഉണ്ടാവും, മെത്തോഡിക്കൽ റിവിഷൻസ്, ഓരോ സബ് ടോപ്പിക്സിനും പരീക്ഷ, എല്ലാത്തിനും PDF മെറ്റീരിയൽസ്, റെക്കോർഡഡ് ക്ലാസ്സസിന് പുറമെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും കൂടുതൽ ലൈവ് സെഷൻസ് ഉണ്ടാവും. അതായത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്, ക്വിസിനൊക്കെ വേണ്ടി എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ടാവും. സോ അത്തരം ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. മറ്റ് ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മെന്റർഷിപ്പ് ഫോർ JRF. നിങ്ങൾക്ക് റെക്കോർഡഡ്, പ്യുവർലി പ്രൊഫഷണൽ റെക്കോർഡഡ് ക്ലാസ്സസിന് പുറമെ അതിനെല്ലാത്തിനും ഉപരിയായിട്ട്
നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും സെപ്പറേറ്റ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസിലൂടെ നിങ്ങളെ സജീവമായി എൻഗേജ് ചെയ്യിക്കാനും വേണ്ടി. ഒപ്പം എല്ലാത്തിനും PDF മെറ്റീരിയൽസ്, അതും വളരെ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള, നമ്മൾ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് എല്ലാത്തിൻ്റെയും PDF മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് നെറ്റ് പോലൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ അനവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, കഴിയുന്നത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, കഴിയുന്നത്ര MCQs. ഇപ്പോൾ 2000-ൽ പരം ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതോടൊപ്പം പരീക്ഷയോടനുബന്ധിച്ച് അനവധി മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾ വളരെ നല്ല വെൽ പ്രാക്ടീസ്ഡ് ആയിരിക്കും. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അത് ഒരു നെറ്റ് ക്ലിയർ ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല, JRF തന്നെ ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. കാരണം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ 60 days സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് പോർഷൻസ് പഠിച്ചു തീർക്കാവുന്നതുള്ളൂ. അതും ദിവസം ഒരു 3-4 മണിക്കൂർ മാത്രം മാറ്റി വെച്ചിട്ട്. സോ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും ഉപരി വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഫോർ നെറ്റ് അപ്ഡേറ്റ്സ് ആൻഡ് മോക്ക് ടെസ്റ്റ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ നെറ്റിന്റെ സ്റ്റഡി മെറ്റീരിയൽസും അപ്ഡേറ്റ്സും ഒക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ആ ഗ്രൂപ്പിന്റെ ഭാഗമാവുക. ഇനി നമുക്ക് അടുത്ത മൂവ്മെന്റിലേക്ക് വരാം. ഇനി നിങ്ങൾക്ക് ഫെമിലിയർ ആയ ഒരു മൂവ്മെന്റിനെ കുറിച്ച് പറയാം, ഓക്സ്ഫോർഡ് മൂവ്മെന്റ്. എന്താണ് ഈ ഓക്സ്ഫോർഡ് മൂവ്മെന്റ് നോക്കാം. The Oxford movement was a movement of the high church members of the Church of England, which began in the 1830s and eventually developed into Anglo-Catholicism. So ഈ ഓക്സ്ഫോർഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ചേർച്ച് മെമ്പേഴ്സിനിടയിൽ നടന്നൊരു മൂവ്മെന്റ് ആണ്. ഏത് ചേർച്ച്? ഇൻ ദ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ചേർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നടന്നൊരു മൂവ്മെന്റ് ആണ്, നടന്നത് 1830s. സോ ശ്രദ്ധിക്കുക, ഓക്സ്ഫോർഡ് മൂവ്മെന്റ് ചേർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ കേന്ദ്രീകരിച്ച് നടന്ന 1830s ഒരു മൂവ്മെന്റ് ആണ്. The movement centered at the University of Oxford. പിന്നെ എന്തുകൊണ്ട് ഓക്സ്ഫോർഡ് മൂവ്മെന്റ് എന്ന പേര് വന്നു? കാരണം it centered at the University of Oxford that sought a renewal of Catholic or Roman Catholic thought and practice within the Church of England in opposition to the Protestant tendencies of the church. എന്തുകൊണ്ട് ഇതിന് ഓക്സ്ഫോർഡ് എന്ന പേര് വന്നു? കാരണം ഈ മൂവ്മെന്റിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു. Because the Oxford University sought a renewal of, അവർ എന്താണ് ആവശ്യപ്പെട്ടത്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടു, ഇപ്പോൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ എന്താണുള്ളത്? പ്രൊട്ടസ്റ്റന്റ് ടെൻഡൻസീസ് ആണ്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസങ്ങളും പ്രൊട്ടസ്റ്റന്റ് ആചാരങ്ങളും മേൽക്കൈ എടുക്കുന്നു അവിടെ. അപ്പൊ അത് പാടില്ല. വി നീഡ് എ റിന്യൂവൽ ഓഫ് റോമൻ കാത്തലിക് തോട്ട് ആൻഡ് പ്രാക്ടീസ്. റോമൻ കാത്തലിക് വിശ്വാസങ്ങളും റോമൻ കാത്തലിക് ആചാരങ്ങളും തിരിച്ചിവിടെ കൊണ്ടുവരണമെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിന് ഓക്സ്ഫോർഡ് മൂവ്മെന്റ് എന്ന് പറയാൻ കാര്യം. ഇത് പള്ളിയിൽ നടന്ന മൂവ്മെന്റ് ആയിട്ട് കൂടി ഓക്സ്ഫോർഡ് മൂവ്മെന്റ് പേര് വരാൻ കാര്യം അതാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് എന്ത് ചെയ്യുന്നത്? ഒരു റിന്യൂവൽ ആവശ്യപ്പെടുന്നത്. എന്തിന്റെ റിന്യൂവൽ? റോമൻ കാത്തലിക് ഫെയ്ത്തിന്റെയും റിച്വൽസിന്റെയും റിന്യൂവൽ. കാരണം ഇപ്പോഴത്തെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് ടെൻഡൻസി ആയിരുന്നു, അവർക്കൊരു പ്രൊട്ടസ്റ്റന്റ് സൈഡിങ് ഉണ്ടായിരുന്നു. The argument was that Anglican Church was by history and identity a truly Catholic church. അപ്പോൾ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇറ്റ് വാസ് ട്രൂലി കാത്തലിക്. ഒരു സമയത്തും അത് പ്രൊട്ടസ്റ്റന്റ് ആയിട്ടില്ല. അതിന്റെ ട്രൂ ഐഡന്റിറ്റിയിൽ നിലനിർത്തണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഓൾസോ നോൺ ആസ്, ഈ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ ട്രാക്ടേറിയൻസ് എന്നും ആ മൂവ്മെന്റിനെ ട്രാക്ടേറിയനിസം എന്നും വിളിച്ചിരുന്നു. കാരണം ഇറ്റ്സ് വ്യൂസ് വെർ പബ്ലിഷ്ഡ് ഇൻ 90 റിലീജിയസ് പാംപ്ലെറ്റ്സ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പ്രചരിച്ചത് പാംപ്ലെറ്റ്സിലൂടെയാണ്. അതിന്റെ പേര് ട്രാക്സ് ഫോർ ദ ടൈംസ് എന്നാണ്. ഈ വർഷങ്ങൾക്കിടയിലാണ് അത് പ്രചരിച്ചത്, 1833ക്കും 41 ഇടയിൽ. ട്രാക്സ് ഫോർ ദ ടൈംസ്. സോ ട്രാക്റ്റിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് ട്രാക്ടേറിയനിസം എന്നും വിളിപ്പേര് വന്നു. ദ ചീഫ് ആർക്കിടെക്ട്സ് ഓഫ് ദ മൂവ്മെന്റ്, ഈ മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട ആർക്കിടെക്ട്സ് ആരായിരുന്നു? ജോൺ കെബിൾ, ജോൺ ഹെൻറി ന്യൂമാൻ ആൻഡ് എഡ്വേർഡ് പ്യൂസി. ഇത്രയും പേരാണ് ഈ മൂവ്മെന്റ് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3 പേർ. അതിൽ തന്നെ ട്രാക്ടേറിയൻസ് വെർ ഓൾസോ ഡിസ്പാരേജിംഗ്ലി റെഫേർഡ് ടു ആസ്, അവരെ ഇൻസൾട്ട് ചെയ്ത് അവരെ കളിയാക്കിക്കൊണ്ട് അവർക്ക് 2 വിളിപ്പേര് കൂടെ വീണു. ന്യൂമാനൈറ്റ്സ്, കാരണം ഇവർ ന്യൂമാന്റെ ന്യൂമാൻ പറഞ്ഞ അനുസരിച്ച് പ്രവർത്തിച്ച വ്യക്തികളായതുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് അവരെ ന്യൂമാനൈറ്റ്സ് എന്നും പ്യൂസിയൈറ്റ്സ് എന്നും വിളിച്ചു. കാരണം അവർ എഡ്വേർഡ് പ്യൂസിയുടെ ഫോളോവേഴ്സ് ആയതുകൊണ്ട്. അതവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, കളിയാക്കുന്ന രീതിയിലാണ് വിളിച്ചത്. They were also called Newmanites, Puseyites. Next we have Harlem Renaissance. എന്താണ് ഹാർലം റിനൈസൻസ് എന്ന് നോക്കാം.
Harlem Renaissance was a blossoming of African American culture, particularly in the creative arts, and the most influential movement in the African American literary history. African American സാഹിത്യ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് ഹാർലം റിനൈസൻസ്. എന്താണ് ആ റിനൈസൻസ്? എന്തിന്റെ നവോത്ഥാനമാണ്? ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചർ, ആഫ്രിക്കൻ അമേരിക്കൻ സംസ്കാരത്തിന്റെ ഒരു നവോത്ഥാനം. എംബ്രേസിംഗ് ലിറ്റററി, മ്യൂസിക്കൽ, തിയേറ്ററിക്കൽ ആൻഡ് വിഷ്വൽ ആർട്സ്, പാർട്ടിസിപ്പൻസ് sought to reconceptualize the Negro. വെള്ളക്കാരന്റെ വാർപ്പ് മാതൃകകളിൽ നിലനിന്ന ആ നീഗ്രോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഒന്ന് പുനഃക്രമീകരിക്കുക. Apart from the white stereotypes that had influenced black people's relationship to their heritage and to each other. So, ഇതിന്റെ പാർട്ടിസിപ്പൻസ്, ഈ ഹാർലം റിനൈസൻസിന്റെ പാർട്ടിസിപ്പൻസ് ലിറ്റററി, മ്യൂസിക്കൽ, തിയേറ്ററിക്കൽ, വിഷ്വൽ ആർട്സ് ഇതിനെ എംബ്രേസ് ചെയ്ത ആൾക്കാരായിരുന്നു. അവരുടെ ആവശ്യം എന്തായിരുന്നു? ഈ വെള്ളക്കാരന്റെ ഒരു സ്റ്റീരിയോടൈപ്പിൽ നിന്ന്, ആ നീഗ്രോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ രക്ഷിക്കുക. They also sought to break free of the Victorian moral values and bourgeois shame about aspects of their lives that might, as seen by whites, reinforce racist beliefs. മാത്രമല്ല, ഒരു വിക്ടോറിയൻ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ നിന്ന്, വിക്ടോറിയൻ സദാചാര ബോധത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിച്ചെടുക്കുക എന്നുകൂടി ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ആൻ ഇന്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ റിവൈവൽ ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ മ്യൂസിക്. സോ ആഫ്രിക്കൻ അമേരിക്കൻ സംഗീതത്തിന്റെ ഒരു റിവൈവൽ കൂടിയായിരുന്നു ഇത്. സംഗീതത്തിന് മാത്രമല്ല, ഡാൻസ്, ആർട്ട്, ഫാഷൻ, ലിറ്ററേച്ചർ, തിയേറ്റർ, പൊളിറ്റിക്സ്, സ്കോളർഷിപ്പ് എല്ലാത്തിനും ഒരു ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചറിന്റെ ഒരു റിവൈവൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതെവിടെയാണ് കേന്ദ്രീകരിച്ചത്? ഹാർലം, ന്യൂയോർക്ക് സിറ്റിയിലെ ഹാർലത്തിലാണ് കേന്ദ്രീകരിച്ചത്. കാലഘട്ടം 20s-നും 30s-നും ആ ഒരു സമയത്ത്. At the time it was known as ന്യൂ നീഗ്രോ മൂവ്മെന്റ്. ആ സമയത്ത് ഈ മൂവ്മെന്റിനെ ന്യൂ നീഗ്രോ മൂവ്മെന്റ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ആ പേര് വന്നത് ദ ന്യൂ നീഗ്രോ എന്ന് പറയുന്ന അലൻ ലോക്ക് എഡിറ്റ് ചെയ്ത ഒരു ആന്തോളജി ഉണ്ട് 1925. അപ്പൊ ആ പുസ്തകത്തിൽ നിന്നാണ് ആ പേര് വന്നത്, ന്യൂ നീഗ്രോ മൂവ്മെന്റ് വന്നത്. ഓക്കെ, ഹാർലം റിനൈസൻസ് പോയറ്റ്സ് പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാന്ന് നോക്കാം. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്, ക്ലോഡ് മെക്കേ, ജോർജിയ ഡഗ്ലസ് ജോൺസൺ. ഇവർ മൂന്നുപേരും പ്രധാനപ്പെട്ട കവികൾ. They explored the beauty and pain of black life and sought to define themselves and their community outside the white stereotypes. ആ വൈറ്റ് സ്റ്റീരിയോടൈപ്സിന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവർ ഒരു ബ്ലാക്ക് ബ്യൂട്ടിയെയും അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കൾച്ചറിനെ ആഘോഷിക്കുന്ന രീതിയിലുള്ള കവിതകളായിരുന്നു. ദ വേറി ബ്ലൂസ്, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ജാസ് പോമാണ്, ഒരു ജാസ് കവിതയാണ്. അത് എഴുതിയത് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ആണ്. ദെൻ വി ഹാവ് ലോസ്റ്റ് ജനറേഷൻ. എന്താണ് ലോസ്റ്റ് ജനറേഷൻ? നമുക്ക് നോക്കാം. ലോസ്റ്റ് ജനറേഷൻ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് അമേരിക്കൻ റൈറ്റേഴ്സ്. ഒരു കൂട്ടം അമേരിക്കൻ റൈറ്റേഴ്സിനെ വിവരിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് ലോസ്റ്റ് ജനറേഷൻ. ഹു കെയിം ഓഫ് ഏജ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദർ ലിറ്റററി റെപ്യൂട്ടേഷൻസ് ഇൻ ദ 1920s. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് സജീവമായി എഴുതിയ കുറച്ച് എഴുത്തുകാർ. മാത്രമല്ല, അവരുടെ ലിറ്റററി റെപ്യൂട്ടേഷൻ 1920s എസ്റ്റാബ്ലിഷ് ചെയ്ത കുറച്ച് എഴുത്തുകാർ. അവരെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ ഒരു പദം ഉപയോഗിക്കുന്നത്. ദ ജനറേഷൻ വാസ് ലോസ്റ്റ്. എന്തുകൊണ്ടാണ് ഇവരെ ലോസ്റ്റ് ജനറേഷൻ എന്ന് വിളിക്കാൻ കാര്യം? കാരണം ഇറ്റ്സ് ഇൻഹെറിറ്റഡ് വാല്യൂസ് വെർ നോ ലോങ്ങർ റെലവന്റ് ഇൻ ദ പോസ്റ്റ് വാർ വേൾഡ്. കാരണം അവർ ആ ഉയർത്തിപ്പിടിച്ച ആ മൂല്യം, കാരണം അവർ പറയുന്ന മൂല്യങ്ങളൊന്നും തന്നെ ആ പോസ്റ്റ് വാർ വേൾഡിൽ സിഗ്നിഫിക്കൻസ് ഉള്ളവ ആയിരുന്നില്ല. ദേ വെർ നെവർ എ ലിറ്റററി സ്കൂൾ. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവർ ഒരിക്കലും ഒരു ലിറ്റററി സ്കൂൾ ആയിരുന്നില്ല. ദ ടേം എംബ്രൈസസ് ഹെമിംഗ്വേ. ഇനി ആരൊക്കെയാണ് ഇതിനകത്തെ വക്താക്കൾ എന്ന് നോക്കാം. ഹെമിംഗ്വേ, സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ്, ജോൺ ഡോസ് പാസസ്, ഈസ് കമ്മിങ്സ്, then Archibald MacLeish, Hart Crane, and many other writers who made Paris the center of their literary activities in the 1920s. So ഇത്രയും ആൾക്കാരാണ് ലോസ്റ്റ് ജനറേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. ഗെട്രൂഡ് സ്റ്റെയിൻ is credited for the term lost generation. ഗെട്രൂഡ് സ്റ്റെയിൻ ആണ് ഈ ഒരു വാക്ക്, ലോസ്റ്റ് ജനറേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചത്. എങ്ങനെയാണ് ആ പശ്ചാത്തലം നോക്കാം. ഇൻ കോൺവെർസേഷൻ വിത്ത് ഹെമിംഗ്വേ ആയിട്ടുള്ള സംഭാഷണത്തിനിടയിൽ she turned that label on him. ഹെമിംഗ്വേ നോക്കി ഗെട്രൂഡ് സ്റ്റെയിൻ പറഞ്ഞു, യു ആർ ഓൾ എ ലോസ്റ്റ് ജനറേഷൻ, യു ആർ ഓൾ എ ലോസ്റ്റ് ജനറേഷൻ. അങ്ങനെയാണ് ഈ ടേം വരുന്നത്. ഹി യൂസ്ഡ് ഹെർ റിമാർക്ക് ആസ് എൻ എപ്പിഗ്രാഫ്. പക്ഷെ ഈ ഒരു വാക്ക്, ഈ ലോസ്റ്റ് ജനറേഷൻ, യു ആർ ഓൾ എ ലോസ്റ്റ് ജനറേഷൻ, ഈ ഒരു റിമാർക്കിനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ദ സൺ ഓൾസോ റൈസസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ എപ്പിഗ്രാഫ് ആയിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയായിരുന്നു. സോ ഇത്രയും മൂവ്മെന്റ്സ് ആയിരുന്നു ഈ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അനവധി ലിറ്റററി മൂവ്മെന്റ്സ് പല കാലഘട്ടങ്ങളിലായിട്ട് 100-ലേറെ മൂവ്മെന്റ്സ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മൂവ്മെന്റ്സിനെ പരിചയപ്പെടുത്തി എന്ന് മാത്രം. സോ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ കൂടുതൽ കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.